മലപ്പുറം ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിന് അത്രമേൽ കരുത്തുള്ള വേരുള്ള ബലമുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലം 1953 ബി പോക്കറിലൂടെ മുസ്ലിം ലീഗ് തങ്ങളുടെ ശക്തി കാണിച്ച ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. 2019 തെരഞ്ഞെടുപ്പിൽ അബ്ദുൾ സമദ് സമദാനി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന മലപ്പുറം. ആദ്യ സമയങ്ങളിൽ അത് മഞ്ചേരിയായിരുന്നു. 2008 മലപ്പുറം ലോക്സഭാ മണ്ഡലമായി പരിണാമപ്പെടുന്നത്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 18 തവണയും വിജയിച്ചത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും BJPക്കും ഉള്ളതിനേക്കാൾ ശക്തമായ വേരോട്ടമാണ് മുസ്ലിം ലീഗിന് ഈ കാലയളവിലെല്ലാം അവിടെ ഉണ്ടായിരുന്നത്. 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ KPA മജീദിന് വേണ്ടി അഹമ്മദ് ഒന്ന് വഴിമാറിക്കൊടുത്തു. ആ സമയം TK ഹംസ അവിടെ ലീഗിന്റെ കൊടി താഴ്ത്തി ചെങ്കൊടി പാറിച്ചു. TK ഹംസ കോൺഗ്രസുകാരനായിരുന്നു. കോൺഗ്രസുകാരനായ TK ഹംസയെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെങ്കൊടി പാറിക്കുകയായിരുന്നു LDF. പക്ഷേ വലിയ താമസമൊന്നും ഉണ്ടായില്ല TK ഹംസയെ താഴെ ഇറക്കാൻ. അവിടെ വീണ്ടും KPA മജീദും TK ഹംസയും കൊമ്പുകൊടുത്തു. ഇത്തവണ TK ഹംസയെ നിലംപരിശാക്കി. മുസ്ലിം ലീഗ് വീണ്ടും ചെങ്കൊടി താഴ്ത്തി അവിടെ ലീഗിന്റെ കൊടി പാറിച്ചു. ഇത് ലീഗിന്റെ കോട്ടയാണെന്ന് ഒരു തവണ കൂടി ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ്. കോൺഗ്രസിന് പോലും അവിടെ വേരുറപ്പില്ല, ഇടതുപക്ഷത്തിനും വേരുറപ്പില്ല. അവിടെ ഏറ്റവും ശക്തരായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ബഹുഭൂരിപക്ഷവും ഉള്ളത് മുസ്ലിം വോട്ടർമാരാണ്. മുസ്ലിം വോട്ടർമാരിൽ സമസ്ത, AP, EK, മുജാഹിദ് ഇവരുടെ എല്ലാം തീരുമാനങ്ങൾ വലിയ പ്രാധാന്യമുള്ളവ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ മുസ്ലിം ലീഗിനെയോ ഈ പറഞ്ഞ മുസ്ലിം സമുദായങ്ങളെയോ വെറുപ്പിക്കുവാൻ ശ്രമിക്കാറില്ല നിലവിലത്തെ രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസിന് പോലും മുസ്ലിം ലീഗിനോട് അസമയങ്ങളിൽ ഒരു വല്ലാത്ത സ്നേഹമാണ്. കാരണം അത്രമേൽ ശക്തരാണ് മലപ്പുറത്തും പൊന്നാനി അടക്കമുള്ള മലബാർ ഏരിയകളിൽ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ചും മലപ്പുറത്ത്. ഇത്തവണ അവിടെ അബ്ദുൾ സമദ് സമദാനി അല്ല മത്സരിക്കുക, പകരം ET മുഹമ്മദ് ബഷീർ ആയിരിക്കും. ET മുഹമ്മദ് ബഷീറിന് നിലവിലുള്ള പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മത്സരിക്കുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന് ഔദ്യോഗികപരമായി അല്ലാതെ നിരവധി തവണ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. മുഹമ്മദ് ബഷീറിനെതിരെ യുവതലമുറയിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രായമായി, ഇനി മാറി നിൽക്കണം, ചെറുപ്പക്കാർക്ക് അവസരം നൽകണം എന്നൊക്കെ. പൊന്നാനിയേക്കാൾ നിലവിൽ ഏറ്റവും കരുത്താർജിച്ച് നിൽക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലമാണെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. നിലവിൽ വിജയിച്ചു നിൽക്കുന്ന അബ്ദുൾ സമദ് സമദാനി അവിടം വിട്ടു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ചില വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. നിലവിൽ മത്സരിച്ച് വിജയിച്ചു നിൽക്കുന്ന MP മാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് ലീഗിന്റെ തീരുമാനം. ആ തീരുമാനം വന്നാൽ മലപ്പുറത്ത് ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയരുമ്പോൾ ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും തമ്മിൽ ഒരു ചർച്ചയുണ്ടാകുവാനും അതിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നിരുന്നാലും സാധ്യത ഏറെ ET മുഹമ്മദ് ബഷീറും തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ എല്ലാ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിയിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലേക്കും വരുന്ന കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കണം അവിടെ ആര് മത്സരിക്കണമെന്ന്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ ലീഗിന് അനുകൂലമാണെന്ന് പറയാൻ ഇത്തവണ കുറച്ചു പാടാണ്. കാരണം പലസ്തീൻ വിഷയത്തിലും അല്ലാതെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിവാദപരമായ പ്രസംഗമൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം വോട്ടർമാർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ച് മാത്രം പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം എല്ലാ തവണത്തെയും പോലെ ഉറച്ച കോട്ടയാണെന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ വേറിട്ട ഒരു തീരുമാനം ലീഗ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പ്രസംഗിക്കുവാൻ അറിയാവുന്ന വനിതകളെ മുന്നിൽ നിർത്തുക, അവരെ ഈ പ്രചരണത്തിൽ ഉൾപ്പെടുത്തുക, സ്ത്രീകൾക്ക് ലീഗിൽ സ്ഥാനം നൽകുന്നില്ല എന്ന ധാരണ തിരുത്തുക, ലീഗിൽ സ്ത്രീകളെയും ഉൾക്കൊള്ളിക്കുക എന്ന ചരിത്രപരമായ ചില നീക്കങ്ങൾക്കും വേദിയൊരുക്കുന്നുണ്ട് ലീഗ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ കൗതുകകരമായ ഒരു കാര്യമായിരിക്കും. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മുസ്ലിം ലീഗും ഇടതുപക്ഷവും BJPയും ഏറ്റെടുക്കുന്ന ഒരു കാര്യവുമായിരിക്കും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ്. 2 തവണ മത്സരിച്ച് തോറ്റുപോയ VP സാനു ഇത്തവണ അവിടെ തന്നെ മത്സരിക്കുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ET മുഹമ്മദ് ബഷീറാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ
ശക്തനായ ഒരു മുതിർന്ന CPM നേതാവിനെ മത്സരിപ്പിക്കുവാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെ വന്നാൽ കുറച്ചുകൂടി കടുക്കുവാനുള്ള സാധ്യത ഏറെയാണ്. UDF വിട്ടുപോയ അബ്ദുള്ളക്കുട്ടി ആയിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ മത്സരിച്ചത്. പക്ഷേ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ മറ്റൊരു ശക്തനായ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് BJP-ക്ക് നിലയുറപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ് മലപ്പുറം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ വല്ലതും നടക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ സാധ്യത UDF-ഉം LDF-ഉം തമ്മിലാണ്. അതിൽ ഏറ്റവും മേൽക്കൈയോടുകൂടി നിൽക്കുന്നത് UDF. ഇത്തവണയും അത് തങ്ങളുടെ കോട്ടയായി തന്നെ നിലനിർത്തും എന്ന ഉറച്ച തീരുമാനത്തിലാണ് ലീഗ്. അതിന് വഴിയൊരുക്കുമോ ഇടതുപക്ഷം എന്ന് കണ്ടറിയണം. BJP-ക്ക് എന്ത് വ്യത്യാസമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് കാഴ്ചവെക്കുവാൻ സാധിക്കുക എന്നത് പ്രസക്തമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ സമദ് സമദാനിക്ക് 5,38,248 വോട്ടുകളായിരുന്നുള്ളത്. ആ സ്ഥാനത്ത് VP സാനു കരസ്ഥമാക്കിയത് 4,23,633 വോട്ടുകളാണ്. BJP തങ്ങളിലേക്ക് ചേർത്ത് നിർത്തിയ അബ്ദുള്ളക്കുട്ടി നേടിയത് 68,935 വോട്ടുകൾ മാത്രം. ദുർബലമാണ് BJP അവിടെ, ശക്തമാണ് UDF അവിടെ. വിജയിക്കുവാൻ സാധ്യതയുണ്ട് LDF-ന്. പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരധികാരത്തിൽ വരണമെന്ന്. ജനങ്ങളുടെ തീരുമാനം ഭരണപക്ഷത്തോടൊപ്പമോ പ്രതിപക്ഷത്തോടൊപ്പമോ അല്ല കേന്ദ്ര നേതൃത്വത്തോടൊപ്പമോ എന്ന് കണ്ടറിയണം.